വെൽക്കം ബാക്ക് ടു മെത്തഫയൽ. അപ്പോൾ ഇനി നമ്മൾ +1 മോഡൽ എക്സാമിൻ്റെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യനാണ് ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ ജോമെട്രിക് പ്രോഗ്രഷൻ എന്നുള്ള ചാപ്റ്റർ നിന്നാണ് അല്ലേ, സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ളതിന് ജോമെട്രിക് പ്രോഗ്രഷൻ എന്നുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ്. സോ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ശ്രദ്ധിച്ചോ, എന്താണ് ജി പി എന്ന് അറിയണം ആദ്യം. കൺസിഡർ എ ജി പി വിത്ത് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എടുക്കുക, എ = 3 എന്ന് എടുക്കും, കോമൺ റേഷ്യോന് R എന്ന് എടുക്കും, R = 2 എന്ന് കിട്ടി. ദെൻ റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ജി പി എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് ടേം നമുക്ക് തരും 3, സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക, കോമൺ റേഷ്യോ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും, 3 × 2. സോ ഫസ്റ്റ് ടേം 3 ആയിരിക്കും, സെക്കൻഡ് ടേം എന്തായിരിക്കും 6. വീണ്ടും അതിനെന്ത് ചെയ്യുക, 2 കൊണ്ട് ഒന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അടുത്ത ടേം കിട്ടും. സോ 6 × 2 ആൻസർ എന്ത് കിട്ടും, 12 എക്സെട്ര. സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സീക്വൻസിന് വിളിക്കുന്ന പേരാണെന്ത്, ജിയോമെട്രിക് പ്രോഗ്രഷൻ. സോ ഫസ്റ്റ് ടേം എന്താണ് 3, 6, 12. അപ്പോൾ അടുത്ത എന്തായിരിക്കും 24 × 2 അല്ലേ, അടുത്ത എന്തായിരിക്കും 48 എക്സെട്ര. ഇങ്ങനെയാണ് ജി പി പോവുക. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടേം, അതാണ് ക്വസ്റ്റ്യൻ. വിച്ച് ടേം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് എന്താ, തന്നിരിക്കുന്ന ആ ടേമിന് നമ്മൾ എന്ത് എഴുതണം, AN = 1536. അതായത് എത്രാമത്തെ ടേം എന്നാണ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടേം ആണോ സെക്കൻഡ് ടേം ആണോ, ഈ തന്നിരിക്കുന്ന ജി പിയിൽ എത്രാമത്തെ ടേമാണ് 1536 എന്ന് ചോദിച്ചാൽ, വിച്ച് ടേം എന്ന് ചോദിച്ചാൽ അപ്പോൾ എഴുതണം AN = 1536. ഇനി AN നമ്മളൊരു ഇക്വേഷൻ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ നമുക്കറിയാം, AR⁻n−1. അതാണ് AN. ANൻ്റെ ഇക്വേഷനാണ് AR⁻n−1 which is equal to 1536. A നമുക്കറിയാം, A എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് 3 ഇൻറ്റു R എന്ന് പറഞ്ഞാൽ എത്രയാണ്, R കോമൺ റേഷ്യോ തന്നിട്ടുണ്ട് 2. അപ്പോൾ 2⁻n−1 = 1536. ഇനി നമ്മൾ എന്ത് ചെയ്യണം, 2⁻n−1 = ഈ 3യെ നമ്മൾ ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് മാറ്റണം. ഇൻറ്റു ആവുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അതെന്താവും, ബൈ ആവും. 1536 ഡിവൈഡഡ് ബൈ 3 ആൻസർ എന്ത് കിട്ടും, 5 കിട്ടും, 1 കിട്ടും, 2, 5, 1, 12 എന്ന് കിട്ടും. അപ്പോൾ 2⁻n−1 നമുക്ക് എന്ത് കിട്ടി, 2⁻n−1 = 5, 1, 12. ഈ 5, 1, 12 അല്ലെങ്കിൽ 512 നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 2⁻n−1 എന്നല്ലേ, അപ്പോൾ അതിനെ നമ്മൾ 2 എന്നുള്ള രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ 2 എത്രയാണ് 512 എന്ന് കണ്ടെത്താം. കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ മതി. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക, ടൈം വേസ്റ്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ എഴുതാം 2, നമ്മൾ വെറുതെ അടിച്ചു നോക്കുക, 2⁸ എത്രയാണ്, 2�9 എത്രയാണ്, 2�10 എത്രയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും 512. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 2�9 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, രണ്ടും 2 ആണ്. അപ്പോൾ n−1 = 9 എന്ന് കിട്ടി. എന്ത് കിട്ടി, n−1 = 9 എന്ന് കിട്ടി. n−1 = 9 ആണെങ്കിൽ n = എന്തായിരിക്കും, 9 -1 ഇങ്ങോട്ട് വരുമ്പോൾ +1 which is equal to n = 10 കിട്ടും. സോ ഈ സീക്വൻസിൽ അല്ലെങ്കിൽ ഈ ജോമെട്രിക് പ്രോഗ്രഷനിലെ 10ാമത്തെ ടേം ആയിരിക്കും എന്ത്, 1536. ഓക്കെ അല്ലേ. സോ വിച്ച് ടേം എന്നുള്ള ക്വസ്റ്റ്യൻ ഷുവറാണ്. ഇപ്പോൾ പഠിക്കുക, AN = എന്ന് കൊടുക്കുക, ANൻ്റെ ഇക്വേഷൻ കൊടുക്കുക, Aയും Rഉം വാല്യൂ കൊടുക്കുക. ദെൻ ഈ ഭാഗത്തിന് എന്ത് ചെയ്യാം, 2 എന്നുള്ള രൂപത്തിലേക്ക് മാറ്റാം. ഓക്കെ അല്ലേ. ഇനി അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ആൻഡ് സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ്. ഇമ്പോർട്ടൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്, അപ്പോൾ നമ്മൾ ജി പി എടുത്തു. ആ ജി പിയെ ഫസ്റ്റ് 3 ടേംസ് നെക്സ്റ്റ് 3 ടോട്ടൽ 6 ടേംസ് ആണ്. അപ്പോൾ അതിനെ നമ്മളെങ്ങനെ എഴുതി, ഫസ്റ്റ് ടേം A, സെക്കൻഡ് ടേം A × R അല്ലെ, R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അടുത്ത് എന്താവും, AR², അടുത്ത AR3, അടുത്ത ഒരു R കൂടി ചെയ്താൽ AR⁴, എൻ്റെ അടുത്തത് ഒരു ചെയ്തെന്ത് കിട്ടും, AR⁵. ഇതാണ് ഫസ്റ്റത്തെ 6 ടേംസ്. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്, ഈ 3 ടേംസിൻ്റെ സം എത്രയാണ്, 16. സം എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് 3 ടേംസ് അതൊക്കെയാണ് A + AR + AR². ഈ 3 ടേംസുകൾ കൂട്ടിയാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 16 കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ആക്കാം. 3ലും A എന്താണ്, കോമൺ ആണ്. അപ്പോൾ 3നും Aനെ ഞാൻ കോമൺ ആക്കി എടുത്തു. ബ്രാക്കറ്റിൽ ഇവിടുന്ന് A എടുത്താൽ പിന്നെ ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ, ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ നിന്നുണ്ട് A × 1 അല്ലേ, അപ്പോൾ അവിടെ ഒരു 1 ഉണ്ടാവും. അപ്പോൾ 1 എഴുതി, പ്ലസ് ഇവിടുന്ന് A എടുത്താൽ ഇവിടെ ബാക്കി എന്തുണ്ടാവും, R ഉണ്ടാവും, പ്ലസ് ഇവിടുന്ന് A എടുത്താൽ ബാക്കി എന്തുണ്ടാവും, R² ഉണ്ടാവും, = 16. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുക്കാം. ഇനി ഇതേപോലെ അടുത്തത് സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ്. പിന്നത്തെ 3 ടേംസ് ഏതാ, ഇത് 3 അല്ലേ, AR⁻³ + AR⁴ + AR⁵. ഈ
ഈക്വൽ ടു 128. ഇതേപോലെ ഇതിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാ? എല്ലാത്തിലും എ കോമൺ ആണ്. അതേപോലെ ഇതിൽ ആർ ക്യൂബ് ഉണ്ട്, r⁴ ആയതുകൊണ്ട് ഇതിലും ആർ ക്യൂബ് ഉണ്ടാവും, ഇതിലും ആർ ക്യൂബ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോമൺ ആക്കി എടുക്കുന്നത് ഈ ഫസ്റ്റ് ടേം അഥവാ എ ആർ ക്യൂബിനെ നമ്മൾ കോമൺ ആക്കി എടുത്തു. ബ്രാക്കറ്റിൽ എന്ത് വരും? ഇവിടുന്ന് എനെ എടുത്തു, ആർ ക്യൂബിനും എടുത്തു, പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? ഒരു 1 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ 1 പ്ലസ് എയിൽ നിന്ന് എനെടുത്തു, r⁴ ആർ ക്യൂബിനെ 3 ആറിന് എടുത്തു, പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? ഒരു ആറ് മാത്രം. ഇവിടെ 5 ആറുകളുണ്ടായിരുന്നു, r⁵ 3 ആറുകൾ നമ്മൾ കോമൺ ആക്കി എടുത്തു, ബാക്കി 2 ആർ അഥവാ r² ഉണ്ടാവുള്ളൂ. സോ ആൻസർ എന്തൊരു 128. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് ടേമും കോമ്പിനേഷനും എയും ആറും ആണ്. നമ്മൾ എന്ത് ചെയ്യേണ്ടിയുള്ളൂ? സെക്കൻഡ് ഇക്വേഷനെ വലിയ ഇക്വേഷനെ ചെറിയ ഇക്വേഷൻ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്താൽ ആൻസർ കിട്ടും. സോ സെക്കൻഡ് ഇക്വേഷൻ ഇത് വരും AR³ ബ്രാക്കറ്റിൽ 1 പ്ലസ് ആർ പ്ലസ് r² ഈക്വൽ ടു 128 ഡിവൈഡഡ് ബൈ എന്ത് വരും? ഫസ്റ്റ് ഇക്വേഷൻ A ഇൻറ്റു 1 പ്ലസ് ആർ പ്ലസ് r² ഈക്വൽ ടു 16. സോ നമുക്ക് എന്തായി പോയി? എയും കട്ടായി പോവും, ഈ 2 ടേമും സെയിം ആണ്, അതും കട്ടായി പോവും. സോ r³ ഈക്വൽ ടു 128 ബൈ 16 ആൻസർ എന്ത് വരും? 8 കിട്ടും. സോ r³ ഈക്വൽ ടു 8 ഏതിൻ്റെ ക്യൂബാ? 2 ക്യൂബാണ്. സോ r ഈക്വൽ ടു നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2. രണ്ടും സെയിം അല്ലേ? r ഈക്വൽ ടു 2 കിട്ടി. r ഈക്വൽ ടു 2 കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കാണണം. സോ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? A ഇൻറ്റു 1 പ്ലസ് ആർ പ്ലസ് r² ഈക്വൽ ടു 16. ഇതിൽ നമുക്ക് 6 കിട്ടി, അപ്പോൾ 6ന് പകരം ആ നമ്പർ കൊടുക്കാം. A ഇൻറ്റു 1 പ്ലസ് ആർ എത്രയാണ്? 2 പ്ലസ് 2². 6ന് പകരമൊക്കെ 2 കൊടുത്തു, ആൻസർ 16. സോ A ഇൻറ്റു 1 പ്ലസ് 2 3 പ്ലസ് 4 7 ഈക്വൽ ടു 16 എന്ന് കിട്ടും. A ഈക്വൽ ടു എന്ത് കിട്ടും? 16. ഇൻറ്റുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 7. സോ ഫസ്റ്റ് ടൈം ഇസ് ഈക്വൽ ടു 16/7. സോ സിമ്പിളാണ്. ഫസ്റ്റ് 3 ടൈംസ് എഴുതുക, നെക്സ്റ്റ് 3 ടൈംസ് എഴുതുക. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ r³ ഈക്വൽ ടു 8 എന്ന് വരും. ഈ 8 ഏതിൻ്റെ ക്യൂബാന്ന് നോക്കി. ഏതിൻ്റെ ക്യൂബാ? 2 ക്യൂബാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? r ഈക്വൽ ടു 2. 6 കിട്ടിയാൽ പിന്നെ ഇക്വേഷൻ നമ്പർ 1 ചെറിയ ഇക്വേഷൻ എടുക്കാം. അതിൽ 6 എന്ത് കൊടുക്കുക? ആ വാല്യൂ ഒന്ന് കൊടുത്താൽ നമുക്ക് പിന്നെ എന്ത് കിട്ടും? A കിട്ടും. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. A കിട്ടി, r കിട്ടി. ഓക്കെ, ഇന്നത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ 20 ക്വസ്റ്റ്യനും നമ്മൾ കഴിഞ്ഞ ഈ എപ്പിസോഡുകളിലൂടെ ഈ സീരീസിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക്, കമൻറ്റ് എന്തെങ്കിലും ലൈക്ക് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാം. താങ്ക് യു.